സാറേ, ആ പാഷാണ തള്ളയെ അത് ചെയ്താ പോരായിരുന്നു. അവരുടെ കാല് രണ്ടും തല്ലി ഓടിക്കണമായിരുന്നു. അത് ശരിയാ, അവര് മുട്ടുകാലി കഴിഞ്ഞ് പോണമായിരുന്നു അല്ലേ? അതെ സാർ. അത് ഒരു രാജവെമ്പാല. രാജവെമ്പാല അല്ലെങ്കിലും കടിച്ച കുറച്ചൊക്കെ വിഷമേൽക്കുന്ന മറ്റൊരു ഇനം പാമ്പുണ്ട്, അറിയാവോ? വളവളപ്പന്ന അതിന്റെ പേര്. ശരിയാ സാർ, അതിന് മോതിരവളയനൊന്നൊരു പേര് കൂടിയുണ്ട്. അപ്പൊ ഈ പാമ്പ് വർഗത്തിനെ കുറിച്ചൊക്കെ സുലുവിന് ശരിക്കും അറിയാം. പിന്നല്ലാതെ. ഈ ചെന്നായ, ചീങ്കണ്ണി, പോത്ത്, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, ഓന്ത്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും. ഇതൊരു ചങ്ങമ്പുഴ കവിത കേട്ട പോലെ ഉണ്ടല്ലോ. അല്ല സാർ, ഈ രാജവെമ്പാലയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു ഒഴുക്കം വീട്ടില് പറഞ്ഞു പോയതാ. ഞാൻ നേരത്തെ ഒരു വളവളപ്പം പാമ്പിനെ കുറിച്ച് പറഞ്ഞു. ഏതാണ്ട് അതാണ് നീ. പക്ഷേ നീ ഒരു കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളവളാ. ദുർഗയോട് നീ നന്ദിയും സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരട്ട തള്ളയോടൊപ്പം ചേർന്ന് ഈ കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്ത പലതും നീ ചെയ്തു. സാർ, അത് ഇനി ഈ കുടുംബത്തിൽ ബന്ധുക്കാരെന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ ഉപദേശ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. അതുകൊണ്ട് നീയും പോണം. ഇന്ന് ഇപ്പൊ തന്നെ. അയ്യോ സർ, സർ പ്ലീസ് സർ, എന്നെ പറഞ്ഞേക്കല്ലേ സർ. പ്ലീസ് സർ, എന്നെ പറഞ്ഞേക്കല്ലേ സർ. നിന്നെയും പറഞ്ഞയച്ചേ പറ്റൂ. പ്ലീസ് സർ. ഇനി ഒരു കാര്യത്തിലും ഞാൻ അലിയില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സുലു? ഇന്നു മുതല് എന്റെ ഭർത്താവിന്റെ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. അല്ല, അപ്പൊ എന്റെ കാര്യത്തില്? അന്യരുടെ കാര്യത്തിന് വേണ്ടി ഭർത്താവിനെ ധിക്കരിക്കുന്ന ആ പഴയ ഏർപ്പാടെ ഞാനങ്ങ് നിർത്തി. നീ പോകണമെന്ന എന്റെ ഭർത്താവിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനവും അതാണ്. അയ്യോ അല്ല ദുർഗേച്ചി, എന്നാലും. ഒരെന്നാലും ഇല്ല. ഞാൻ ഈ വീട്ടിലെ കുടുംബിനിയാണ്. പക്ഷേ കുടുംബനാഥൻ പ്രസാദേട്ടനാണ്. കുടുംബനാഥൻ പറയുന്നത് കുടുംബിനി കേൾക്കണം, അനുസരിക്കണം. ഇവിടുത്തെ കുടുംബനാഥൻ നല്ലത് മാത്രമേ പറയൂ. ഇതിരിക്കട്ടെ. ഇത്രയും നാള് നീ എന്റെ കൂടെ നിന്നതല്ലേ? ഇത്രയും നാളും ഞാൻ ചേച്ചിയുടെ അനിയത്തിയെ പോലെയല്ലേ നിന്നത്? നീ അനിയത്തിയൊക്കെ തന്നെയാ. പക്ഷേ ഇനി നീ ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ. സുലാന്റി കരയാതെ. എല്ലാവരോടൊപ്പം ഞാനും കൂടി മോളെ ഒത്തിരി ഉപദ്രവിച്ചു. നിന്നെ കൊല്ലാൻ തയ്യാറായവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം മോളെ. അവർക്കൊക്കെ മോളെ കൊന്നിട്ട് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മോളെ ഇല്ലാതാക്കിയിട്ട് നേടാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സുലുവാന്റിക്ക് നേടാൻ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സ്വന്തം പറയാൻ ഒരാള് പോലുമില്ല. ഞാന് അനാഥ പെണ്ണ് തെരുവ് തെങ്കിന്നൊക്കെ പറഞ്ഞ് മോള് കരയിപ്പിച്ചത്. മഹാപാപിയ മോളെ ഞാൻ. എനിക്ക് മാപ്പ് തരണം. സുലുവിന്റെ വിഷമിക്കൊന്നും വേണ്ട. രക്തബന്ധമുള്ളവര് എന്നെ കൊല്ലാൻ നോക്കി, പിന്നല്ലേ നിങ്ങൾ. പൊയ്ക്കോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. അത് മതി. പശ്ചാത്തപിച്ചാൽ പൊറുക്കപ്പെടാത്ത പാപങ്ങളില്ലാന്ന് പഴമക്കാര് പറയുക. എടോ, നമുക്ക് മുന്നിൽ ഒരുപാട് ജീവിതം ഇനിയും ബാക്കിയില്ലേ? ശേഷിക്കുന്ന കാലം മുഴുവൻ അവളെ സ്നേഹിക്കുക, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുക. പ്രായശ്ചിത്വമായിട്ട്
അത് ചെയ്താൽ മതി. ഇന്നു മുതല് അവള് പ്രസാദേട്ടന്റെ മാത്രം അനിയത്തിയല്ല, എന്റെയും കൂടി അനിയത്തിയ. എന്നിട്ടും എന്റെ മനസ്സ് ശാന്തമാവുന്നില്ല പ്രസാദേട്ട. എന്റെ മനസ്സ് ശാന്തമാവണമെങ്കിൽ ഒരാള് കൂടി എന്നോട് ക്ഷമിക്കണം. അതാരാ? പ്രസാദേട്ടൻ തന്നെ. ജയൻ ആദ്യെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം മകളായ തുളസിയെ സ്നേഹിക്കാൻ പ്രസാദേട്ടനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അനന്തരവൾ മകന്റെ ഭാര്യ എന്നൊക്കെ തുളസിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോ പ്രസാദേട്ടന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ? സ്വന്തം മകളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നിഷേധിച്ച എന്നെ പ്രസാദേട്ടൻ ശപിച്ചിട്ടുണ്ടാവില്ലേ? പറയേ പ്രസാദേട്ട, എന്നോട് ദേഷ്യമുണ്ടോ പ്രസാദേട്ടന്? വെറുപ്പുണ്ടോ? സത്യം പറഞ്ഞ എനിക്ക് തന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. സ്വന്തം മകളെ മാറി നിന്ന് സ്നേഹിക്കേണ്ടി വന്ന ഏതൊരച്ഛനും അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയവരോട് ദേഷ്യം തോന്നില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. തന്നോട് വെറുപ്പ് തോന്നിയിരുന്നു എനിക്ക്. പ്രസാദേട്ട, പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിൽ ആ വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല. മോൻ എപ്പോഴെങ്കിലും ഈ അമ്മയെ ശപിച്ചിട്ടുണ്ടോ? അമ്മയെ ശപിക്കാനോ? അമ്മ എന്തൊക്കെയായി ചോദിക്കുന്നത്? സ്വന്തം അമ്മയുടെ ചൂട് പറ്റി വളരാനാ ഏതൊരു മക്കളും ആഗ്രഹിക്കുന്നത്. സ്വന്തം അച്ഛന്റെ മടിയിൽ കയറിയിരുന്ന് വികൃതി കാണിക്കാനാ ഏത് കുട്ടികളുടെ ഇഷ്ടവിനോദം. പക്ഷേ നിനക്കതിനൊന്നും ഭാഗ്യം ലഭിച്ചില്ല. ഞാൻ കാരണമല്ലേ? അതാ ഞാൻ ചോദിച്ചത്, നീ എപ്പോഴെങ്കിലും അമ്മയെ ശപിച്ചിട്ടുണ്ടോന്ന്. ഈ അമ്മയല്ല എന്റെ സ്വന്തം അമ്മയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താ. പക്ഷേ എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വളരാൻ ഈ അമ്മയുടെ ചൂടുണ്ടായിരുന്നില്ലേ? എനിക്ക് വികൃതി കാണിക്കാൻ ഞാൻ അച്ഛാന്ന് വിളിച്ച് ശീലിച്ച ഇവിടുത്തെ അച്ഛന്റെ മടുത്തിട്ടുണ്ടായിരുന്നില്ലേ? സ്നേഹത്തിന്റെ കാര്യത്തിലായാലും കളിപ്പാട്ടത്തിന്റെ കാര്യത്തിലായാലും എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല രണ്ടുപേരും. പിന്നെ എന്തിനാ ഞാൻ ഈ അമ്മയെ ശപിക്കുന്നത്? എടാ, നീ പറയുന്നത് സത്യം തന്നെയാണോ? പറഞ്ഞില്ലേ അമ്മേ, നിസ്സാരപ്പെട്ട കള്ളങ്ങൾ മാത്രമേ ഞാൻ അമ്മയോട് പറയാറുള്ളൂ. അമ്മയുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിത് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാൻ എന്റെ അമ്മയെ ഒരിക്കലും ശപിച്ചിട്ടില്ല. ശപിക്കെ പോയിട്ട് വെറുത്തിട്ട് കൂടിയില്ല. അമ്മയ്ക്കിപ്പോഴാ സമാധാനമായത്. പ്രിയാമ്മയാണ് എന്റെ സ്വന്തം അമ്മയെന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ അമ്മയെ വിട്ടുപോകത്തിന്റെ കാരണവും അത് തന്നെയാ. ഈ അമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ആ അമ്മയെ സ്നേഹിച്ചു തുടങ്ങി. ഇവിടുത്തെ അച്ഛന് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ആ അച്ഛനും കൊടുക്കാൻ തുടങ്ങി. ഒരു കണക്കിന് ചിന്തിച്ചാ ഞാൻ ഭാഗ്യം ചെയ്തവനാ. രണ്ടമ്മമാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അച്ഛനെ പോലെ എന്നെ സംരക്ഷിച്ചിരുന്നത് രണ്ടുപേരും. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞെന്ന കഥയിലെ ഭഗവാൻ കൃഷ്ണനെ പോലെ. നിങ്ങളുടെയൊക്കെ മനസ്സ് എത്ര വലുതാ. ദേവമംഗലത്തെ കനകദുർഗയെന്ന് എല്ലാവരുടെയും മുമ്പിൽ കേമത്തം കാട്ടി ഞാൻ നടന്നിരുന്നു. ഇപ്പോഴാണ് എനിക്കതിന്റെ അല്പത്തരം മനസ്സിലാവുന്നത്. നിന്റെയും പ്രസാദേട്ടന്റെയും പ്രിയയുടെയും ജയന്റെയും മനസ്സിന്റെയൊക്കെ വലിപ്പത്തിന് മുമ്പിൽ ഞാൻ ചെറുതാ. ദുർഗ, എന്താടാ ഇത്? വിഷമിക്കാതെ, പതുക്കെ മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ. ഒരു പകലോ രാത്രിയോ കൊണ്ട് മാറുന്നൊന്നുമല്ല
ഇതൊന്നും. പ്രസാദേട്ടാ, ചെറിയ പരിക്കുകൾ വല്ലതാണോ ദുർഗ അവളുടെ ഹൃദയത്തിലുള്ളത്? താൻ അവളുടെ മനസ്സിലേക്ക് ആഴത്തിലുള്ള മുറിവുകൾ അനവധി ഏൽപ്പിച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്നൊന്നും അവൾക്കത് മറക്കാൻ കഴിയില്ല. അത് അവൾക്കെന്നല്ല, ആർക്കും മറക്കാൻ കഴിയില്ല. എല്ലാം വാടാ മുറിവുകളാ. എന്താടോ, ഞാൻ പറയുന്നത് ശരിയല്ലേ? പ്രസാദേട്ടാ, അവൾ എന്റെ മകളാണെന്ന് ഞാൻ അറിയാത്ത കാലത്ത് ചെയ്തു പോയ തെറ്റുകളല്ലേ അതൊക്കെ. ഇതെന്റെ പൊന്നു മോളാണെന്ന് അറിയാതെ ഒത്തിരി ഒത്തിരി ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുഞ്ഞിനോട് ചെയ്തിട്ടുണ്ട്. ശരിയാ, ഓർക്കുമ്പോ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത തെറ്റുകളാ അതൊക്കെ. ഞാൻ എന്റെ കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ, ഞാനതിനൊക്കെ അവളോട് മാപ്പ് പറഞ്ഞില്ലേ? അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ദ്രോഹി അപ്പച്ചയെ ഞാനിവിടെ അടിച്ചിറക്കിയില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പാപപരിഹാരമാണ് ചെയ്യേണ്ടത്? എന്നെ എങ്ങനെയും ശിക്ഷിച്ചോളൂ, ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറാ. എടോ, സ്നേഹം കൊണ്ട് മാത്രമേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയൂ. ഇതുവരെ അവൾക്ക് കിട്ടാത്ത ആ സ്നേഹം, അവൾ അനുഭവിച്ചിട്ടില്ലാത്ത ആ സ്നേഹം, അത് തിരിച്ചു കൊടുക്കണം. എടാ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊന്നും മോളെ എന്നും പറഞ്ഞ് ദുർഗ ചെന്നാൽ തുളസിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അതും അവളെ ചതിക്കാൻ വേണ്ടിയാണെന്ന് തുളസിക്ക് തോന്നും. അത് തുളസിയുടെ കുറ്റമല്ല, അവളുടെ അനുഭവം അതാ. അച്ഛൻ പറയുന്നത് ശരിയാ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കത്തേ ഉള്ളൂ. പക്ഷേ അച്ഛാ, അന്നൊന്നും തുളസി സ്വന്തം മോളാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അതാണ് അവസ്ഥ. അതെന്താ തുളസി മനസ്സിലാക്കാത്തെ? എത്ര ക്രൂരായിട്ടാ അമ്മ അത് കൊടുത്തപ്പോ അവൾ തട്ടിക്കളഞ്ഞ. തുളസിയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ ഒരു കാരണവുമില്ലാതെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു സ്ത്രീ, അവസരം കിട്ടുമ്പോഴൊക്കെ നിന്നെ ഉപദ്രവിച്ചൊരു സ്ത്രീ, പലതവണ കൊല്ലാൻ ശ്രമിച്ചൊരു സ്ത്രീ. ആ സ്ത്രീ പെട്ടെന്നൊരു ദിവസം വന്ന് മോനെ നീ എന്റെ ജീവനാടാന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? നിനക്കത് ഉൾക്കൊള്ളാൻ ദുർഗ, ദുർഗ, ഇവിടുത്തെ എവിടെ പോയി ഇരിക്കുക? ദുർഗ, ദുർഗ, എന്താ ഈ കാണിക്കുന്നത്? അന്നിങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഞാൻ എന്നെ സ്വയം ശിക്ഷിച്ചാലെങ്കിലും ദൈവങ്ങൾ എന്നോടല്പം ദയ കാണിച്ചാലോ? സ്വന്തം മകൾക്ക് ശത്രുവായി എനിക്കിനി ജീവിക്കാൻ വയ്യ പ്രസാദ്. നിന്റെ അമ്മ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കർപ്പൂരം കൈവെള്ളയിൽ വെച്ച് അങ്ങ് കത്തിച്ചു. ദൈവങ്ങളുടെ ദയക്ക് വേണ്ടിയാണത്ര. നന്നായി പൊള്ളിയിട്ടുണ്ട്. എന്ത് മണ്ടത്തരമ്മയെ കാണിച്ചു വെച്ചിരിക്കുന്ന? ഉള്ളം കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിച്ച ദൈവങ്ങൾ പ്രസാദിക്കുന്നതാണ് അമ്മ കരുതിയിരിക്കുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് എന്തിട്ടാണ്? എന്റെ മോളുടെ സ്നേഹം, അല്ലെങ്കിൽ അവളിൽ നിന്ന് അല്പം ദയ, അതാ ഈ അമ്മയ്ക്ക് വേണ്ടത്. എന്റെ മോൾക്ക് ഈ ലോകത്ത് ശത്രുവായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഞാന്. അവളെന്നെ തല്ലിയിരുന്നെങ്കിൽ ഈ അമ്മ അത് സഹിക്കുമായിരുന്നു. പക്ഷെ അവളുടെ വാക്കുകളുടെ മൂർച്ച എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. താനിങ്ങനെ സ്വയം വേദനിപ്പിച്ച അത് കണ്ട് ദയ തോന്നി അവള് തന്നോട് അടുപ്പം കാണിക്കുന്നാണോ തനിക്ക് തോന്നുന്നത്? അവള് പറഞ്ഞു തീർത്തത് അവളുടെ മനസ്സിലെ വേദനകളാ.
അത്രയേറെ മുറിവുകൾ താൻ അവളുടെ മനസ്സിലുണ്ടാക്കിയിട്ടില്ലേ? തനിക്കത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ബുദ്ധിമോശം കൊണ്ട് ഞാൻ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട്. അപ്പച്ചി എന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചതുകൊണ്ട് പറ്റിപ്പോയ തെറ്റുകളാ അതൊക്കെ. ചെയ്തു കൂട്ടിയതൊന്നും തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് കഴിയും. ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തമായത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്ക്. പറയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ തുറന്നു പറയാം. ഡോക്ടർ ഈ സ്ത്രീയുടെ പരിചയക്കാരിയല്ലേ? ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഈ സ്ത്രീ. എന്റെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയാൻ. ഈ കുട്ടി എന്തൊക്കെയായി പറയുന്നത്? പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക്. സ്വന്തം കുഞ്ഞ് പെണ്ണാണെങ്കിൽ ചത്തുകളെയും തീരുമാനിച്ചവരല്ലേ നിങ്ങൾ? ആ നിങ്ങളെ എന്റെ വയറ്റിൽ വളരുന്ന പെൺകുഞ്ഞിനെ കൊല്ലാൻ മടിക്കോ? ആ ഡോക്ടറെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഇല്ലാന്ന്. മോളെ, നീ കുറെ കടന്നു ചിന്തിക്കുന്നുണ്ട്. ഇത്രത്തോളൊന്നും വേണ്ട മോളെ. ഒരു അനുഭവം ഉള്ളതല്ലേ ചാ? അതുകൊണ്ട് ഞാൻ കടന്നു ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? ശരിയാ, ഞാൻ രാക്ഷസിയാ. പെൺകുഞ്ഞുങ്ങളെല്ലാം കടിച്ചു കയറി കൊല്ലാൻ നടക്കുന്ന രാക്ഷസി. എന്നെ ജയിലിൽ പിടിച്ചിടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നിങ്ങളുടെ നിയമത്തില്? വെറുതെ ജയിലിലിട്ടാ പോരാ, തൂക്കിക്കൊല്ലണം. പിന്നെ ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ടല്ലോ. അതല്ല പ്രസാദേട്ട. പ്രസാദേട്ടൻ ഇപ്പൊ ആലോചിക്കേണ്ടത് എന്നെ കുറിച്ചല്ല, നമ്മുടെ മോളെ കുറിച്ചാ. അവൾക്കെന്നെ പേടിയാ. അവളുടെ മനസ്സിലെ പേടിയും ആദിയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും ദോഷമായിട്ട് ബാധിക്കും. അത് താൻ പറഞ്ഞ ശരിയാ. പക്ഷേ അവളുടെ മനസ്സിലെ പേടി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അത് അവള് തന്നെ വിചാരിക്കണ്ടേ? അവൾ എന്ത് ചെയ്യണമെന്നാ പ്രസാദേട്ടൻ പറയുന്നത്? അവളുടെ പേടി മാറാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക. താൻ ഈ വീട്ടിൽ നിന്ന് പോവാനോ? ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഞാനും നമ്മുടെ മോളും കൂടി ഈ വീട്ടിൽ കഴിഞ്ഞ അവളുടെ ഉറക്കം നഷ്ടപ്പെടും. ഞാൻ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരുന്നുണ്ടോന്ന് അവൾ ഉറക്കം ഉളച്ച് നോക്കിയിരിക്കും. അവളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ടെൻഷൻ കയറി കയറി അവളുടെ കുഞ്ഞിന് ഒരുപക്ഷെ അവൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോവും. അവൾക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഞാനിവിടെ ഉണ്ടാവരുത്. താൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് തന്റെ വീടാ, നമ്മുടെ വീടാ. തുളസിക്ക് വേണ്ടി താൻ ഈ വീട് വിട്ടു പോവാന്ന് പറഞ്ഞു. നമ്മുടെ മോളല്ലേ പ്രസാദേട്ട. അവൾക്ക് വേണ്ടി അങ്ങനൊരു ത്യാഗം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എടോ, താൻ എങ്ങോട്ട് പോകും? തറവാട്ടിലേക്ക്. അവിടെ വല്യമ്മ മാത്രമല്ലേ ഉള്ളൂ. ആ ഓണം കയറ മൂലയിലേക്കോ? അതൊന്നും സാരമില്ല പ്രസാദേട്ട. തന്റെ ആഗ്രഹം അതാണെങ്കിൽ ആവാം. പക്ഷേ തറവാട്ടിലേക്ക് തന്നെ ഞാൻ തനിച്ചയക്കില്ല. കൂടെ ഞാനും ഉണ്ടാവും. അപ്പൊ ഇവിടെയോ? ആദ്യം പ്രിയം ഇവിടെ ഉണ്ടല്ലോ. അതൊന്നും വേണ്ട പ്രസാദേട്ട. തുളസിക്ക് നല്ല ശ്രദ്ധയും പരിചരണവും വേണ്ട സമയമാ. എന്തെങ്കിലും അത്യാവശ്യം വന്നു പോയാ ഉചിതമായൊരു തീരുമാനം എടുക്കാൻ ആദ്യെ കൊണ്ടും പ്രിയെ കൊണ്ടൊന്നും കഴിയില്ല. അതിന് ഏട്ടൻ തന്നെ ഇവിടെ വേണം. ശരിയാണ്. പക്ഷേ തന്നെ തറവാട്ടിലേക്ക് തനിച്ചയക്കുക എന്നൊക്കെ പറഞ്ഞ ഞാനവിടെ തനിച്ചല്ലല്ലോ, വല്യമ്മയില്ലേ. പ്രസാദേട്ടന് ഇടയ്ക്കിടയ്ക്ക് വന്നെന്നെ അന്വേഷിച്ചാ മതി. ദേ, ആലോചിക്കാൻ ഒന്നുമില്ല.
എന്റെ മോക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ശരിയാ, മകൾക്കൊരു ദോഷം വരാതെ നോക്കേണ്ടത് ഒരമ്മയുടെ ഉത്തരവാദിത്വം തന്നെയാ. അതുപോലെ കുടുംബനാഥനായ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങൾ. മകളെയും ഭാര്യയും രണ്ടു വഴിക്കാക്കിയിട്ടല്ല പേരക്കുഞ്ഞിനെ വരവേക്കേണ്ടത്. എന്നെ പേടിച്ചിട്ട് ഡോക്ടറോട് സഹകരിക്കാതിരുന്ന അത് തന്നെയായിരിക്കും മോളെ സംഭവിക്കുക. നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേക്കും. ഈ അമ്മയെ മോള് പേടിക്കണ്ട. പക്ഷേ ഡോക്ടർ പറഞ്ഞത് മോളും കേട്ടതല്ലേ? ഈ ലക്ഷണങ്ങളൊന്നും മോൾ അവഗണിച്ചുകൂടാ. എനിക്ക് പേടിയില്ല. നിങ്ങൾ എനിക്ക് മരുന്ന് തന്ന് എന്റെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടും അതിപ്പോഴും എന്റെ ഉള്ളിൽ ജീവനോടെ ബാക്കിയില്ലേ? എന്റെ കുഞ്ഞിന് ദൈവങ്ങൾ കാവലുണ്ട്. അച്ഛാ, ഇവിടെ കാണിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ അല്ല, ഭ്രാന്തിന്റെ ഡോക്ടറെ. ഒരമ്മ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധയും കരുതലും കാണിക്കുന്നതേ ഭ്രാന്തല്ല ആദി. നല്ല അമ്മയെ നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാ നിനക്കത് മനസ്സിലാവാത്ത. പെണ്ണായതിന്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ തള്ളി പറയുന്ന അമ്മയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. തന്റേടി മാത്രമായിരുന്നില്ല അമ്മ. തന്നിഷ്ടക്കാരിയായിരുന്നു, അഹങ്കാരിയായിരുന്നു, തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവളായിരുന്നു. അതിന് ശിക്ഷയായി കിട്ടിയതാ എന്റെ കണ്ണിൽ കാണുന്ന കണ്ണീര്. എന്റെ മോളാ എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തന്നത്. അവളെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാലേ ഈ കണ്ണീരിനൊരു ശമനം ഉണ്ടാവും. അമ്മ ഉപേക്ഷിച്ച മോശ സ്വഭാവമൊന്നും എവിടെയും പോയിട്ടില്ല. അമ്മയുടെ മോൾ അതല്ല എടുത്ത് സ്വന്തം സ്വഭാവത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. തുളസിയെ പോലൊരു അഹങ്കാരി ഈ ലോകത്ത് വേറെ ഇല്ലമ്മേ. നീ അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ മോളല്ലേ, എന്റെ വയറ്റിൽ പിറന്ന എന്റെ സ്വന്തം മോള്. അപ്പോ എന്റെ സ്വഭാവം കുറച്ചൊക്കെ അവക്കം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഒക്കെ നേരെയാവും. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുക ഈ അമ്മ. ശരിയാവുമായിരിക്കും. ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാ. അതുവരെ ഈ കണ്ണുനീര് അമ്മയുടെ കണ്ണിലുണ്ടാവരുത്. അമ്മയുടെ മുഖത്ത് ഈ സങ്കടം ഉണ്ടാവരുത്. അമ്മയോടുള്ള എന്റെ അപേക്ഷയാ. മോനെ, ഇനി തുളസിയുടെ മുന്നിൽ അമ്മ താണ് കൊടുക്കരുത്. അവള് 4 പറയുമ്പോ അമ്മ തിരിച്ച് 10 പറയണം. മോളേന്ന് വിളിക്കുമ്പോ അവള് വിളി കേട്ടില്ലെങ്കിൽ അമ്മ വിഷമിക്കരുത്. പകരം മോനേന്ന് വിളിക്കണം. എന്താ അമ്മയെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഓടിവരും. അതെനിക്കറിയാം. ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും എന്റെ ആദ്യമോൻ എന്നെ തള്ളി പറയില്ല എന്ന് ഈ അമ്മയ്ക്കറിയാം. ഇതിലെന്താ കലക്കിയിരിക്കുന്നു? എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള മരുന്നോ അതോ എന്നെ കൊല്ലാനുള്ള മരുന്നോ? മോളെ, നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നിങ്ങളെ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞ അതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ വെച്ച് നീട്ടുന്ന വിഷവും വാങ്ങി കുടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നു. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോളെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുവോ? നിങ്ങൾ ആ ചന്ത ഭാർഗവി ഏർപ്പാടാക്കിയത് എന്തിനായിരുന്നു? അവരെനിക്ക് കലക്കി തരാൻ നോക്കിയത് എന്തായിരുന്നു? അമൃതോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ശരിയാ, അങ്ങനെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ മോളെ, ഒരു തെറ്റോ? നിങ്ങൾ എത്ര തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ എണ്ണി എണ്ണി പറയണോ? ജനിച്ചിട്ട് പോലും ഇല്ലാത്ത എന്റെ കുഞ്ഞിനെ പോലും നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി. എന്നിട്ട് വാരിക്കൊരു സ്നേഹം വിളമ്പുന്നു. മീര, ഈ സ്ത്രീക്ക് മറ്റുള്ളവരെ കരയിക്കാനേ കഴിയൂ, കരയാൻ അറിയില്ല. ദുഃഖം, സ്നേഹം, ദയ, കാരുണ്യം ഇത്യാദി വികാരങ്ങളൊന്നും
ഈ സ്ത്രീയുടെ 7 അയലത്തൂടി പോയിട്ടില്ല. തുളസി, നിന്റെ വാക്കുകൾ അതിലിടക്കുന്നുണ്ട്. അവള് പറയട്ടെ ആദി. ഈ കുത്തുവാക്കുകളും പരിഹാസവും ഒക്കെ ഞാൻ കേൾക്കേണ്ടത് തന്നെയാ. ഞാൻ ഇവളെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവൾ എനിക്ക് തിരിച്ചു തരുന്നു. സ്വന്തം പെറ്റമ്മയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ. നിങ്ങൾ എന്റെ പെറ്റമ്മയാണെന്ന് എനിക്കൂടി തോന്നണ്ടേ? തുളസി, എന്നോട് ഒച്ച വെക്കേണ്ട ആദി. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? വളർന്ന് ഈ പ്രായമാവുന്നവരെ പ്രിയാമ്മയാണ് എന്റെ അമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ വെറും ദത്തുപുത്രിയാണെന്ന്. ഇപ്പൊ പറയുന്നു ദേവമംഗലത്തെ കനകദുർഗയാണ് എന്നെ പ്രസവിച്ചതെന്ന്. ഞാനിതെങ്ങനെ വിശ്വസിക്കണം? ഇതും കള്ളം പറയുന്നതാണെങ്കിലോ? എല്ലാവരും കള്ളം പറയുന്നതാ. ഞാൻ നിങ്ങളുടെ മകളൊന്നും അല്ല. എനിക്ക് അമ്മയുമില്ല. ഞാൻ മണ്ണിൽ നിന്ന് താനെ പൊട്ടിമുളച്ചതാ. അല്ലെങ്കിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണതാ. മോളേന്ന് വിളിച്ച് നിങ്ങൾ എന്റെ പുറകെ വരണ്ട. എന്താ അമ്മേ, എന്താ ഉണ്ടായേ? അവൾ എന്തിനാ അമ്മയോട് ചാടിക്കടിക്കാൻ വന്നേ? എനിക്കറിയില്ല ആദി. ഞാൻ അവൾക്ക് ഈ പാല് കൊടുക്കാൻ നോക്കി. ഇത് കണ്ടതും ഒരു കാരണമില്ലാതെ അവൾ ഒച്ച വെക്കാൻ തുടങ്ങി. കാരണം ഉണ്ടമ്മേ. എന്ത് കാരണം? വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അമ്മ അവൾക്ക് വിഷം നൽകുന്നത് അവൾ സ്വപ്നം കണ്ടിരുന്നു. അവളുടെ മനസ്സ് നിറയെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള പേടിയാ. ഇതെന്താ? ചോദിച്ച കേട്ടില്ലേ നിങ്ങൾ എവിടെ പോവാന്ന്? അമ്മേ, ഞങ്ങൾ ഇവിടുന്ന് പോവാ. ഒരു വാടക വീടെടുത്ത് മാറി താമസിക്കാനാ തുളസിയുടെ തീരുമാനം. വാടക വീടെടുത്ത് മാറി താമസിക്കാനോ? എന്തൊക്കെയാ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? മോളെ, എനിക്ക് പോയേ പറ്റുമെന്ന്. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഒരു പരീക്ഷണത്തിന് ഞാൻ ഇനി തയ്യാറല്ല. മോളെ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇത് നിങ്ങളുടെ വീടാ. ഇവിടുന്ന് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ഇല്ലമ്മേ, എനിക്ക് പോയേ പറ്റൂ. എങ്കിൽ നമുക്ക് മറ്റൊരു വീടുണ്ടല്ലോ, അങ്ങോട്ട് മാറ്. അതും പറ്റില്ല. അത് തൊട്ടടുത്തല്ലേ. എന്താ തുളസി നീ പറയുന്നത്? ഞങ്ങൾ പോവമ്മേ. ഞാൻ തിരിച്ചു വരാം. ഞാൻ പ്രസവിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ മാത്രം. പെൺകുഞ്ഞാണെങ്കിൽ ഒരിക്കലും വരില്ല. കാരണം പെൺകുഞ്ഞുങ്ങളെ വെറുക്കുന്ന എന്റെ പെറ്റമ്മ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീ അവനെ കൂട്ടി പോകരുത്. അമ്മ എത്ര നിർബന്ധിച്ചാലും ഞാൻ നിൽക്കില്ല. ഞാൻ പോവും. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. മോളെ, ഞാൻ കേൾക്കില്ലമ്മ, അനുസരിക്കില്ല. അനുഭവങ്ങൾ എന്നെ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. നമ്മുടെ മോളും പോയി. അമ്മയെ പേടിച്ച് അമ്മയുടെ കണ്ണെത്താത്ത സ്ഥലത്തേക്ക് നമ്മുടെ മോൾ ഓടിപ്പോയി. ഞാൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ എന്റെ മോനും പോയി. എനിക്ക് ഞാൻ പെറ്റ എന്റെ മകളും നഷ്ടപ്പെട്ടു. ഞാൻ വളർത്തിയ എന്റെ മകനും നഷ്ടപ്പെട്ടു. ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതായി. എടോ, നമ്മുടെ മോള് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നിടത്തേക്ക് പോകുന്നു. അതിന് താനെന്തിനെങ്ങനെ കരയുന്നത്? ഡോ, മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയല്ലേ വേണ്ടത്. തുളസിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി, അവളുടെ ഉള്ളിലെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വീട് വിട്ടു പോവാൻ തീരുമാനിച്ചവളല്ലേ താൻ? ഈ വീട് വിട്ട് താമസിക്കാൻ അവൾക്ക് യോഗം. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയൂ ദുർഗ.
എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയാൻ പ്രാർത്ഥിക്കും. ആദി, നമുക്ക് വാടക വീട് പെട്ടെന്നൊന്നും കിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ നമുക്കൊരു മുറി എടുക്കാം. നീ എന്താന്നും പറയാത്ത? മുറി എടുക്കാം. നീ എന്തിനാ വണ്ടി നിർത്തിയ? നീ എന്തിനാ വണ്ടി നിർത്തിയെന്നാ? ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കരുതി. ദുർഗാമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല, അത് സത്യം തന്നെയാ. അത് എനിക്കറിയാവുന്ന സത്യം. പക്ഷേ അവരെന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നു. ജീവനെ പോലെ. ഞാൻ അവരുടെ സ്വന്തം മകനല്ലെന്നറിഞ്ഞിട്ടും അവരെന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ അമ്മയെ ഉപേക്ഷിച്ചു, അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിച്ച ദുഷ്ടനാ ഞാൻ. വെറും സ്വാർത്ഥൻ, മനസാക്ഷി ഇല്ലാത്തവൻ. എന്നെപ്പോലെ നന്ദികേട് കാണിക്കുന്ന മറ്റൊരാളെ കാണാൻ കിട്ടില്ല. തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പോലും കഴിയാതെ ആ അമ്മയെ വഞ്ചിക്കുന്ന മകനാ ഞാൻ. ആദി, നീ ഇങ്ങനെയൊന്നും പറയരുത്. തുളസി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. എന്റെ മനസ്സിലെ വിഷമങ്ങള് ഞാൻ ഷെയർ ചെയ്തു. അവർ നിന്നെ ഒരു ശത്രുവായിട്ട് കണ്ടതും ഇത്രയും കാലം നിന്നോട് മത്സരിച്ചതും ഒക്കെ അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ. എന്നെ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. അവർക്ക് അവരുടെ ലോകം ഞാൻ മാത്രമായിരുന്നു. ഞാനും അവരും മാത്രമുള്ള ലോകത്താ അവർ ഇത്രയും കാലം സഞ്ചരിച്ചത്. അവർക്ക് എന്നോടുള്ള സ്നേഹം ഒരു കടലോളം ഉണ്ടായിരുന്നു. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ അവരെ മറന്നു. പ്രസവിക്കാതെ എന്നെ മകനെ പോലെ സ്നേഹിച്ച ആ അമ്മേ. ഒന്ന് നിർത്ത. എനിക്ക് തെറ്റുപറ്റി. എനിക്കാ തെറ്റുപറ്റിയത്. തുളസി, ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കാ തെറ്റുപറ്റിയത്. ഇങ്ങനെ സങ്കടപ്പെടരുത്. എന്റെ ദുർഗ, അവളെ ഞാൻ ഇങ്ങനെ കാണേണ്ടി വന്നില്ല. എത്ര വഴക്കിട്ടാലും അവൾ എന്റെ അല്ലേ. എന്റെ ദുർഗയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂ? എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഞങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോ അത് ഇങ്ങനെയായി. അവള് ഒരു യാത്ര പോലും പറയാതെ എന്നെ വിട്ട് പോവാ. അച്ഛാ, അച്ഛാ കരയല്ലേ. ആദി, ദുർഗാമ്മയ്ക്ക് എന്താ? അമ്മ നമ്മളിന്നൊക്കെ പോവാ തുളസി.
അമ്മ കോമ സ്റ്റേജിലാണ്. എന്നാലും എടാ, ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. സ്വന്തം മകളാണെന്നറിയാതെ അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മകളാണെന്നുള്ള സത്യം അറിഞ്ഞപ്പോ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മകളെയും സ്നേഹിച്ച് ബാക്കിയുള്ള ജീവിതം നീക്കാന്ന് അവള് കരുതി. സ്വന്തം മകള് തള്ളി പറഞ്ഞപ്പോ അവൾക്ക് സഹിച്ചില്ല. അവള് ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും?